ഈ വൂണ്ട് വളരെ ഡീപ്പായിരുന്നു. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ലെങ്സ് കാണാം. അങ്ങനെയുള്ളൊരു ഈ കൈ മൊത്തം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ളൊരു ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഈശോയുടെ മുമ്പിൽ പരാതി എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും വേദന സഹിക്കാൻ പറ്റും ഒരവസ്ഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പറ്റാനുള്ള ഈശോയെ മതി. എനിക്ക് ചിരിച്ചുകൊണ്ടൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല വിശുദ്ധരെ പോലെ ഒന്നും. പക്ഷെ ശാന്തമായിട്ട് സഹിക്കാൻ ദൈവം. ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച നാൾ മുതൽ ദൈവം അവൾക്ക് സഹനങ്ങൾ സമ്മാനമായി നൽകി. ഡോക്ടർ 6 മാസം കൊണ്ട് സുഖപ്പെടും എന്ന് ഉറപ്പു നൽകിയ ആഴത്തിലുള്ള മുറിവ് 6 വർഷമായിട്ടും ഉണങ്ങാതെ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ന്യൂമോതൊറാക്സ് എന്ന രോഗം ശരീരത്തെ തളർത്തുമ്പോഴും മനസ്സു തളരാതെ അൾത്താരയിൽ വയ്ക്കപ്പെട്ട ദീപം പോലെ പ്രകാശിക്കുകയാണ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് സെയിന്റ് മാർക്ക് സഭയിലെ യുവ സന്യാസിനി സിസ്റ്റർ ജൂബി പൗലോസ്. തികച്ചും ഒരു 2ാം ജന്മമാണ് എൻ്റേത്. 2004 ജനുവരി 17-ാം തീയതിയാണ് ഞങ്ങൾക്ക് വാഗ്ദാനം സ്വീകരിച്ചത്. അതിനുശേഷം 5 വർഷം ഡിഗ്രി പഠനവും കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് 5 വർഷം കഴിഞ്ഞു പോയി. 2009 മുതലാണ് എനിക്ക് എൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത്. എൻ്റെ അസുഖം എന്ന് പറയുന്നത് ന്യൂമോതൊറാക്സ്, അതായത് നെഞ്ചുഭിത്തിക്കും ശ്വാസകോശത്തിനും ഇടയിലുള്ള സ്പേസിൽ വായു ശേഖരിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. സാധാരണഗതിയിൽ ആക്സിഡൻ്റ് കേസുകളിലോ അല്ലെങ്കിൽ TB അങ്ങനെയുള്ള കേസുകളിലാണ് ഇങ്ങനെ സംഭവിക്കാറ്. എന്നെ സംബന്ധിച്ചുള്ള ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഹിതമായിരുന്നിരിക്കാം. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ വിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവും ഒക്കെ ഉള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സഹനത്തിൻ്റെ ഒത്തിരി പാഠങ്ങൾ എൻ്റെ അമ്മച്ചിയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2009 അന്ന് ഞാൻ ആന്ധ്ര കമ്മ്യൂണിറ്റിയിലായിരുന്നു. എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ ആദ്യം പോയത് ആന്ധ്രയ്ക്കാണ്. അവിടെ വെച്ചാണ് ഇങ്ങനെ എനിക്ക് അസ്വസ്ഥതകൾ ആരംഭിച്ചത്. അവിടെ വെച്ച് തന്നെ എൻ്റെ ചെവിക്ക് ഇൻഫെക്ഷനായി, അമീബിയാസിസ് അങ്ങനെ കുറച്ച് അസ്വസ്ഥതകളിലൂടെ ഞാൻ കടന്നു പോകാനായിട്ട് ഇടവന്നു. ചെസ്റ്റ് പെയിൻ, ശക്തിയായ ചുമ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, കിടക്കുമ്പോൾ ഒരു പൊസിഷനിൽ തന്നെ കിടക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് ഇത് ആരംഭിച്ചത്. ചിലപ്പോൾ വേദന വന്നാൽ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. അപ്പോൾ ആദ്യമൊക്കെ ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ അതിന് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് നാട്ടിലേക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നിത്യവ്രതത്തിനായിട്ടുള്ള ഒരുക്കത്തിനിടയ്ക്കാണ് ഇങ്ങനെ വീണ്ടും ഈ പല പ്രാവശ്യം ഈ വേദന ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് മഞ്ഞപ്പിത്തം അങ്ങനെ പല ചെവിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പല അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി. പക്ഷെ അതൊന്നും ഗൗരവമായിട്ടുള്ളതല്ലായിരുന്നെങ്കിലും അതിന് ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകാനായിട്ട് ഇടവന്നു. 2011 എൻ്റെ നിത്യവ്രതം. 2011 വീണ്ടും ശക്തിയായിട്ട് വേദന വരാൻ തുടങ്ങി. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഫിസിഷ്യനെ കാണിച്ചെങ്കിലും ഡോക്ടറിന് എന്താന്ന് എക്സ്റേയിൽ അത്ര കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ എക്സ്റേ വീണ്ടും പൾമനോളജിസ്റ്റിനെ, ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ലൈജിയാണ് പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് അത് ഡോക്ടറാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞ അസുഖമാണ് എനിക്കെന്ന്. അങ്ങനെ അവിടെ അഡ്മിറ്റായി. 1 ആഴ്ചയോളം ഓക്സിജൻ സപ്പോർട്ടോടുകൂടി അവിടെ അഡ്മിറ്റായി. വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് 1 മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോവും. അങ്ങനെ പിന്നെ ഒരു 2 വർഷത്തിന് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇടയ്ക്ക് ശക്തമായ വേദന വരും, ചെക്കപ്പിന് പോവും. ഇൻഹേലർ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. 2013 എനിക്ക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഒരു പോസ്റ്റ് കിട്ടി ഓഫീസിൽ. അവിടെ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ വീണ്ടും ആരംഭിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ലിസി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ തന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർ വീണ്ടും ICD, അതായത് സൈഡ് തുളച്ച് ട്യൂബ് ഇട്ടിട്ട് എയർ
പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ അത് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷേ ശാരീരിക സ്ഥിതി മോശമായിരുന്നതുകൊണ്ട് സിസ്റ്റേഴ്സ് അത്ര ഇതായില്ലെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, CT സ്കാൻ ചെയ്തപ്പോൾ അവിടെ അഡ്മിറ്റായി ICD ഇൻസേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ അവിടെ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിരുന്നു. ICUക്ക് കിടത്തി തന്നെ ഇങ്ങനെ ട്യൂബിട്ട്. അപ്പോൾ ട്യൂബിട്ട് കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാത്തിനും മറ്റുള്ളവരുടെ സഹായം വേണം. അങ്ങനെ ഒരു കണ്ടീഷൻ, ഒത്തിരി പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയാണത്. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള അനുഭവം അതായിരുന്നു. ഈ രോഗം തുടങ്ങിയിട്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീണ്ടും ഒരു 2 മാസത്തോളം ഗവൺമെൻറ്റിൽ വന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും 2018 ഫസ്റ്റ് സർജറി SC ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നത്. അതൊരു കീ ഹോൾ സർജറി ആയിരുന്നു. അത് ചെയ്തെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ സർജറി അത് ഫെയിലായി. ആസ്റ്റർ മെഡിസിറ്റിയിൽ എൻ്റെ സെക്കൻഡ് സർജറി അവിടെ ചെയ്തു. ഡോക്ടർ മനോജ് അവിടെ അങ്ങനെ ഒരു 20 ദിവസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോഴും ഒരു ട്യൂബ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് കീ ഹോളായതുകൊണ്ട് ഒരു ട്യൂബ് ഒരു 2 ആഴ്ച 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ട്യൂബ് റിമൂവ് ചെയ്തത്. അപ്പോൾ അത് HB ഒക്കെ ഒത്തിരി കുറഞ്ഞു പോയി. ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ഞാൻ ICUലായിരുന്നു. HB ഒക്കെ പോകുന്നു, പ്രാവശ്യം ബ്ലഡ് കയറ്റേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുമായിട്ട് ഇടവന്നു. ആ ദിവസങ്ങളിൽ ട്യൂബ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്തെങ്കിലും ഒരു ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് വന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ അങ്ങനെ സൗണ്ട് വരാൻ തുടങ്ങി. ശ്വാസം എടുക്കുമ്പോൾ ഒരു കറകറ സൗണ്ട് ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അവർ റിമൂവ് ചെയ്യാണ്ട് വീണ്ടും ഇഞ്ചക്ഷനൊന്നും തരാണ്ട് വെറുതെ കട്ട് ചെയ്തിട്ട് അത് വീണ്ടും ഒന്നുകൂടി ഉള്ളിലേക്ക് കയറ്റി വെച്ചു ഈ ട്യൂബ്. അത് ഒത്തിരി ഒത്തിരി പെയിൻഫുള്ളായ ഒരു അനുഭവമായിരുന്നു. അത് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ട്യൂബ് റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് ഞാൻ കോമയിലേക്ക് ഡിസ്ചാർജായി തിരിച്ചു പോകുന്നെങ്കിലും ഇവിടെ വന്നിട്ടും എനിക്ക് ശക്തമായ ശ്വാസം മുട്ടും, കണ്ടിന്യൂസ് പനി, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് റിവ്യൂവിന് വേണ്ടി ചെന്നപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ വീണ്ടും ഈ സർജറി ചെയ്തപ്പോൾ അത് ഇൻഫെക്ഷനായി കിടക്കുമായിരുന്നു. ഇൻഫെക്ഷനായി ലങ്സ് ഒട്ടും എക്സ്പാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും എന്നെ ICUലേക്ക് മാറ്റി വീണ്ടും ICD ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഒരു പിറ്റേ ദിവസത്തേക്ക് ട്യൂബ് മാറ്റാമെന്നുള്ള കണ്ടീഷനിലാണ് അവർ അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസമായിട്ടും ട്യൂബ് മാറ്റുന്നവർ ഉണ്ടായിരുന്നില്ല. അവർ വേഗം 48 മണിക്കൂർ വെന്റിലേറ്റർ സപ്പോർട്ടോടു കൂടി എൻ്റെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാം അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ അവരെത്തി. ആ ഒരു മാസത്തിലേക്ക് കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് കയറ്റിക്കൊണ്ടിരുന്നു. കാരണം വിട്ടുമാറാത്ത പനി, 103 ആ ലെവലിൽ പനി നിൽക്കണ, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും പനി തുടങ്ങും. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അതിനിടയ്ക്ക് നവംബറിലാണ് ഞാൻ SC ഹോസ്പിറ്റലിൽ പോണത്. നവംബർ 15 വീണ്ടും എൻ്റെ അപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്ത് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയതായിരുന്നു. അങ്ങനെ ഡിസ്ചാർജായിട്ട് ഞാൻ മഠത്തിലേക്ക് വന്നു. മഠത്തിൽ വന്ന് പിറ്റേ ദിവസം തുടങ്ങി വീണ്ടും പനി തുടങ്ങി, അസ്വസ്ഥതകൾ ആരംഭിച്ചു. വീണ്ടും 19-ാം തീയതി വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് ഞാൻ അവിടെ അഡ്മിറ്റായ അന്ന് വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ 2 മണിക്കൊക്കെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റ് മൊത്തം പസ്സായിരുന്നു. ആ പസ് എൻ്റെ അവിടെ നിന്ന് ആ മുറിവ് കംപ്ലീറ്റ് ഉണങ്ങിയ മുറിവാണെങ്കിൽ പോലും ആ മുറിവിൽ നിന്ന് എങ്ങനെ പസ് പുറത്ത് വന്നെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരുപാട് എല്ലാവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കാം ആ മുറിവ്. അതിട്ട് പെട്ടെന്ന് തന്നെ നഴ്സുമാർ വന്നത് ഡ്രസ്സിങ് ചെയ്തു. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡ്രസ്സിങ് ഞാനൊന്ന് അനങ്ങുമ്പോഴത്തേനും ശരീരത്തെ കൂടെ പസ് ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് വൈകിട്ട് വരെ
ഡ്രസ്സിങ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നു. ഡിസംബർ ആദ്യം വീണ്ടും എന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ട്യൂബ് റിമൂവ് ചെയ്യാതെ തന്നെ ആ ട്യൂബോട് കൂടി എന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 3ാമത്തെ സർജറിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ കീ ഹോൾ ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ അവർ ഓപ്പണാക്കി സർജറി ചെയ്തു. അപ്പോൾ ഈ ആദ്യം കീ ഹോൾ ചെയ്തപ്പോൾ ഒരു ഭാഗം അവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും അത് ഇൻഫെക്ഷൻ ആയപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഇവിടേക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയത്. അങ്ങനെ രാജഗിരിയിൽ വന്ന് അടുത്ത സർജറിക്ക് വേണ്ടിയിട്ട് കീ ഹോൾ സർജറി വീണ്ടും ഒരു ട്യൂബും കൂടി അവിടെ ഇൻസേർട്ട്. അപ്പോൾ 2 ട്യൂബുണ്ട്. അപ്പോൾ എനിക്ക് 2 പേരുടെ സഹായം വേണമായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. 2 സിസ്റ്റേഴ്സ് എനിക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു മാസത്തോളം. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്യൂബ് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്ത് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്യൂബ് റിമൂവ് ചെയ്യണേ. അടുത്ത ട്യൂബ് റിമൂവ് ചെയ്തില്ല, അത് ബോഡിയോട് അറ്റാച്ച്ഡ് ആക്കി വെച്ചിട്ട് അവർ ഡിസ്ചാർജ് ചെയ്തു. ജനുവരി 2-ാം തീയതി ആണെന്ന് തോന്നുന്നു എന്നെ ഡിസ്ചാർജ് ചെയ്ത്. കോൺവെൻറ്റിൽ വന്ന് വീണ്ടും 3-ാം തീയതി വീണ്ടും എനിക്ക് അസ്വസ്ഥതകൾ ആരംഭിച്ചു. ഇതുപോലെ തന്നെ ശക്തമായ പനിയും ശ്വാസം മുട്ടും വോമിറ്റിങ്ങൊക്കെ ആയിട്ട് വീണ്ടും ജനുവരി 4-ാം തീയതി രാത്രി വീണ്ടും എന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചു. വീണ്ടും ട്യൂബ് ചെറിയ അറ്റാച്ച് ചെയ്ത് വീണ്ടും വലിയ ട്യൂബ് ഇട്ടിട്ട് എന്നെ വീണ്ടും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്കും വലിയ പ്രതീക്ഷ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അനിശ്ചിതാവസ്ഥയിൽ സിസ്റ്റേഴ്സിനെ രോഗിലാപനത്തെക്കുറിച്ച് പറഞ്ഞത്. രോഗിലാപനം കേൾക്കുമ്പോൾ എല്ലാവർക്കും തന്നെ വലിയൊരു പേടി സ്വപ്നമാണെങ്കിൽ പോലും ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് സ്വീകരിച്ച രോഗിലാപനത്തിൻ്റെ അതൊരു സൗഖ്യദായകമായ ഉദാശയാണെന്ന് ദൈവം എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ തമ്പുരാൻ്റെ ഇവിടെ ആയിരിക്കുക. പിന്നെ 4ാമത്തെ സർജറി അത് ഓപ്പൺ വിൻഡോ സർജറി. അത് അവിടെ രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ വിന്നിട്ട് ഈ കേരളത്തിൽ ആർക്കും തന്നെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എനിക്കാണ് ഇപ്പോൾ ചെയ്തത്. വെല്ലൂർ മെഡിക്കൽ കോളേജ് പലർക്കും ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഡോക്ടറിനുണ്ടായിരുന്നു. ഈ ഓപ്പൺ വിൻഡോ സർജറി ചെയ്ത്, അതായത് ബാക്ക് വശം ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് 2 റിബ് കട്ട് ചെയ്തിട്ടാണ് അത് ഓപ്പണാക്കി വെച്ചത്. എനിക്ക് തോന്നുന്നു 2020 ജനുവരി 17-ാം തീയതിയാണ് ഈ ഒരു സർജറി എനിക്ക് ചെയ്തത്. അത് ചെയ്തതിന് ശേഷം ശക്തമായ പനി പിന്നെ ഉണ്ടായിട്ടില്ല. എന്നാലും ഇങ്ങനെ ഈ വൂണ്ട് വളരെ ഡീപ്പായിരുന്നു. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ലങ്സ് കാണാം. അങ്ങനെയുള്ളൊരു ഈ കൈ മൊത്തം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ളൊരു ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പുറത്തുനിന്ന് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ വലിയൊരു റോളർ ഗോസ് ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ടാണ് വലിയ 2 ഈ റിബണൊക്കെ അങ്ങനത്തെ റോളർ ഗോസ് ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ടാണ് അവർ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തിരിച്ചിങ്ങനെ വീണ്ടും ഡ്രസ്സിങ് മാറ്റും, അത് മൊത്തം ബ്ലഡും അങ്ങനെയുള്ള ഇതായിരുന്നു. ഒത്തിരി എനിക്കറിയില്ല എങ്ങനെ ഞാനത് ആ സഹനത്തിൻ്റെ കൂടെ കടന്നുപോയെന്നറിയില്ല. ഇപ്പോൾ 5.5 വർഷം കഴിഞ്ഞു ഈ അന്ന് സർജറി ചെയ്തിട്ട്. ഇപ്പോൾ എൻ്റെ വൂണ്ട് ഉണങ്ങിയിട്ടില്ല കംപ്ലീറ്റ്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് 6 മാസം കഴിയുമ്പോൾ അത് വൂണ്ട് ഹീലാവുന്നു. പക്ഷേ ഇതുവരെ അത് ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട്. വരുമ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കും. 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെക്കപ്പിനിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഈ റിബൊക്കെ കട്ട് ചെയ്തതുകൊണ്ടും ഈ സൈഡൊക്കെ പല പ്രാവശ്യം ICD ട്യൂബ് ഇട്ടൊക്കെ അങ്ങനെയൊക്കെ കടന്നു പോയതുകൊണ്ട് ഒത്തിരിയേറെ വേദന. പിന്നെ എൻ്റെ വണ്ണമൊക്കെ കുറവായതുകൊണ്ട് ഒത്തിരി പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥകൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മറ്റുള്ളവരൊക്കെ ചെയ്യണ പോലെ ഓടി നടന്നൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹവും ഞാൻ ആഗ്രഹിച്ചത് എന്തോ അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ നിത്യാരാധന ചാപ്പലിൻ്റെ ചാർജാണ് 1-2 വർഷമായിട്ട്. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ അവസരം എടുക്കുന്നുണ്ട്. ഒത്തിരി പേര് എന്നെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. നിങ്ങൾ നടന്നതിന് നന്ദി പറയാറുണ്ട്. സിസ്റ്റേഴ്സായാലും പുറത്തുള്ള മനുഷ്യരായാലും ഒത്തിരിയേറെ ഇപ്പോഴും ഇടവകയിലുള്ളവരായാലും ഒക്കെ ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയതൊന്നും ഞാൻ പറയില്ല. ഒത്തിരിയേറെ
നെഗറ്റീവ് ചിന്തകളൊക്കെ ചിലപ്പോൾ കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ രോഗക്കടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട്. ടി വിയിൽ വിശുദ്ധ കുർബാന വെച്ച് തന്നാൽ പോലും എനിക്ക് മരുന്നിൻ്റെ ഈ ഡോസ് കൊണ്ട് ഞാൻ ഉറങ്ങി എനിക്ക് വിശുദ്ധ കുർബാനയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് സംബന്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഒത്തിരി പേര് എൻ്റെ സഭയിലുള്ള സിസ്റ്റേഴ്സ് ആയാലും കുടുംബാംഗങ്ങളായാലും ഞാൻ അറിയാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് ഇപ്പോഴും എന്നോടൊന്നും അവർ പറയാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കേട്ടു എൻ്റെ അടുത്ത സർജറി പോയി അങ്ങനെ തീരെ വഷളായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ അവർ ഭക്ഷണം വെച്ചിട്ട് അന്ന് കഴിച്ചു പോയില്ല. അത്രയും ഒരവസ്ഥയിൽ ഇവിടെ കടന്നു പോയിട്ടുണ്ടെന്ന് എൻ്റെ അമ്മച്ചി അവിടെ ഞങ്ങളുടെ വ്യാകുല മാതാവിൻ്റെ പള്ളിയാണ് എൻ്റെ ഇടവക പള്ളി. അപ്പോൾ അമ്മച്ചി പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ അംഗമാണ്. അപ്പോൾ അവിടെ ചെന്ന് അവരോടൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഇടവക ചെല്ലുമ്പോൾ അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്. എനിക്കറിയാം വലിയൊരു സഹനത്തിലൂടെ കടന്നു പോകുന്ന സർജറിയൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. ICD എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഒത്തിരി പെയിൻഫുള്ളാണെന്നറിയാവുന്നതുകൊണ്ട് തുടക്കം മുതൽ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുതൽ എനിക്ക് അനുഭവപ്പെടുന്ന സഹനങ്ങൾ ഓരോന്നും ഈശോയെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ അങ്ങനെയുള്ളൊരു ഇതിനകത്താണ് ഞാൻ ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഓരോ സർജറിക്ക് മുമ്പും ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ അവിടെ കിടക്കുമ്പോൾ ഉള്ളിൽ അങ്ങനെയുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു സഹനം വേസ്റ്റാക്കി കളയരുത്. ഒരിക്കലും ഞാൻ ഈശോയോട് പരാതി പറഞ്ഞിട്ടില്ല. എനിക്ക് ചിരിച്ചുകൊണ്ടൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല വിശുദ്ധരെ പോലെ ഒന്നും. പക്ഷെ ശാന്തമായിട്ട് സഹിക്കാൻ ശാന്തമായിട്ട് സഹിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് എന്നോട്, സിസ്റ്റർ എന്തൊരു ശാന്തമായിട്ടാണ് ICUലൊക്കെ കിടക്കുമ്പോൾ. ഇപ്പം നമ്മൾ ഷീറ്റൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ അങ്ങോട്ട് തിരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വേദന, കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊഴുകാറുണ്ടെങ്കിൽ പോലും അങ്ങനെ റിയാക്ട് ചെയ്ത് അങ്ങനെ രീതിയിൽ ദൈവം വരുത്തിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഈശോയുടെ മുമ്പിലും പരാതി എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും വേദന സഹിക്കാൻ പറ്റും ഒരവസ്ഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പറ്റുള്ള ഈശോയെ മതിയെന്ന്. ഒറ്റവട്ടം എനിക്ക് അത് പറയേണ്ട വന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഞാൻ മാറ്റി പറഞ്ഞു, ഈശോയെ സോറി, എൻ്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈശോ നീ അനുഭവിച്ച സഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെയൊക്കെ ഇവിടെ നിസ്സാരമാണല്ലോ എന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഇടപെടുത്തിയിട്ടുണ്ട് ദൈവം. പിന്നെ 3 വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈശോ ഓർമ്മപ്പെടുത്തി തരുമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ഇങ്ങനെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും 3 വചനങ്ങൾ ഈശോനെ എപ്പോൾ ഓർമ്മപ്പെടുത്തി തരാറുണ്ടാകുന്ന രോഗക്കടക്കൽ കിടന്നപ്പോൾ. ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, നിരക്കുന്ന ദൗർഭാഗ്യങ്ങൾ ശാന്തത വെടിയരുത്, സ്വർണ്ണമന്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സഹനത്തിന്റെ ചൂടയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറ്, ദൈവം നീ ഞാൻ സൗഖ്യപ്പെടണമെന്നാണ് നീ ആഗ്രഹിക്കുമെങ്കിൽ നീ എനിക്ക് സൗഖ്യം താ. അല്ല, നിന്റെ ഹിതം മറിച്ചാണ്, മരണം വരെ സഹനത്തിലൂടെ കടന്നു പോകണമെന്നാണെങ്കിൽ നിന്റെ ഹിതം നിറവേറ്റാം. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ എന്നും ഈശോയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വേദനകളൊക്കെ വരില്ലാത്തപ്പോൾ എനിക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഇപ്പം എനിക്ക് കാര്യമായിട്ട് വേദന ഒന്നും വന്നില്ലല്ലോ ഈശോയെ. ഞാൻ പറഞ്ഞ് എങ്ങനെയാണ് പിറ്റേ ദിവസം എനിക്ക് വേദന വരും. അതെനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ആരും തന്നെ എൻ്റെ മുറിവ് ഇതുവരെ കണ്ടിട്ടില്ല. ഈ 5 വർഷമായെങ്കിൽ ഇതുവരെ ആരും മുറിവ് കണ്ടിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ചോദിക്കും, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പസ്സൊക്കെ വരാറുണ്ടോന്ന്, അങ്ങനെ ഇപ്പോഴും വരുന്നുണ്ടോ, എന്താണ് അത് മുറിവ് ഉണങ്ങാത്ത, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മുറിവിലൂടെ ഇനിയും ഈശോയ്ക്ക് ആത്മാക്കളെ നേടാനുണ്ടാവാൻ പറ്റും, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കാൻ പറ്റും. തമാശയൊക്കെ ഞാൻ സിസ്റ്റേഴ്സിനോട് പറയാറുണ്ട്, എൻ്റെ മുറിവിൽ നിന്ന് മരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ സുഗന്ധം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തമാശ ഇങ്ങനെ ഞാൻ പറയാറുണ്ട്.